Hi guys, I'm Prince. This is a പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ Wltoysന്റെ 144-1 ആണ്. ഇതിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ഒരു ഫൈനൽ റിവ്യൂ എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാര്യം നമ്മുടെ ഇപ്പോൾ പ്രൊഡക്ട്സ് ഒന്നും കുറച്ചൊന്നും ഇല്ല, കുറച്ചൊരു ഷോർട്ടേജ് എന്നല്ല, കുറച്ചൊന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗാഡ്ജറ്റ്സ് ഇനിയും വരും. പക്ഷെ എന്നാലും നമ്മൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. സോ പെർഫോമൻസ് വെച്ചിട്ടും പ്രൈസ് വെച്ചിട്ടും അത്യാവശ്യം ഒരു കോമ്പറ്റേറ്റീവ് ലെവലിൽ നിൽക്കുന്ന ഒരു ബിഗിനർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഗ്ഗി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഹോബി ഗ്രേഡ് ആണ്. ഹോബി ഗ്രേഡ് എന്ന് പറയാൻ കാര്യം നമുക്കറിയാം, ഇതിനകത്തുള്ള സ്ക്രൂസ് വരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്ഗ്രേഡബിലിറ്റിയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നമ്മുടെ കയ്യിൽ എത്രത്തോളം നമുക്ക് ഇതിനാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ബ്രഷിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ബ്രഷ്ലെസ് ആക്കാനൊക്കെ പറ്റും. കുറച്ച് കൂടുതൽ പണി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെന്തായാലും ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല, ഫുള്ള് സ്റ്റോക്ക് തന്നെയാണ്, ഒന്നും മാറ്റമൊന്നും പറ്റിയിട്ടില്ല. സോ ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അപ്പോൾ ഞാനിത് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഓടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചാടിച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നല്ല കളറൊക്കെ ഉണ്ടല്ലോ, ഫുൾ അയച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നേരത്തെ ഇരുന്നേച്ച കളർ ഇതൊന്നും അല്ല, നല്ല കളറായിരുന്നു, നല്ല പൊടിയും ഇതൊക്കെ പിടിച്ചിട്ടും നല്ലൊരു അവസ്ഥയിലായിരുന്നു. സോ നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. സോ ഇതാണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് കുറച്ച് കഴിച്ചു പണി അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഓൾമോസ്റ്റ് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്സ് ആയിട്ട് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും. അത്രക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അഴിക്കുക, അത് അഴിക്കാൻ പറ്റാത്തതായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് അഴിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. സോ ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ മെറ്റൽ പാർട്സ് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യമേ തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബോട്ടം പാർട്ട്, അതായത് ചേസസ് വരുന്നത് അലുമിനിയമാണ്. അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റും എല്ലാം പോയിരിക്കുന്നത് ഫുൾ അലുമിനിയത്തിൽ തന്നെയാണ്, അതായത് അലുമിനിയം അല്ല മെറ്റലാണ്. അതുപോലെ തന്നെ ഷോക്ക് ടവർ ഫ്രണ്ടും ബാക്കും വന്നിരിക്കുന്നത് മെറ്റലാണ്. സോ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട പാർട്സും മെറ്റൽ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോക്ക് ടവേഴ്സ് പ്രത്യേകിച്ച്, അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ഏക്കാൻ ചാൻസ് ഉള്ളത് ഫ്രണ്ട് ഷോക്ക് ടവറുകൾ തന്നെയാണ്. സോ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകും, മെറ്റലാണെന്നുണ്ടെങ്കിൽ വളഞ്ഞ പോകും, നമുക്കത് നിവർത്തിയെടുക്കാൻ പറ്റും. സോ അതാണ് ഇതിനകത്ത് ഉള്ള ഒരു അഡ്വാൻറ്റേജ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ബ്രഷ് മോട്ടറാണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല സൈസുള്ള 550 സൈസ് മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. മോട്ടറാണ് ഈ ബോഡിയിൽ ഏറ്റവും കൂടുതൽ സ്ഥലം എടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ മോട്ടർ, കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മോട്ടറാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വെയിറ്റും ഉണ്ട്, മെറ്റലായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എന്നിട്ട് കാണിക്കാൻ പറ്റില്ല, കയ്യും താഴെ പോകും. ഓക്കെ. സോ അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് ആണ്. ഇൻ കേസ് ഇനി അറിയാൻ പാടുന്നുണ്ടെങ്കിൽ പറയാം, 4 വീൽ ഡ്രൈവ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് എടുത്തത്. ഒരു ബിഗിനർ, നമ്മളറിയാലോ, നമ്മളൊരു ബിഗിനർ RC ഹോബിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബിഗിനർ RC ഭ്രാന്തൻ തന്നെ വേണമെങ്കിൽ പറയാം. അത്ര പറഞ്ഞാൽ മതി, വലിയ വാക്കുകളൊന്നും വേണ്ട, ഒരു ചെറിയൊരു ഭ്രാന്തനാണ് RCയുടെ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചു പഠിക്കാൻ പറ്റിയൊരു മോഡൽ തന്നെ വേണമെങ്കിൽ പറയാം. ചെറിയ ക്രാഷുകളെല്ലാം ഇത് സഹിച്ചോളും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട പാർട്സും പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ ആകെപ്പാട് ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുടെ കേസിൽ കോമൺ ആയിട്ട് വരുന്ന ഈ ഫ്രണ്ട് ഷോക്ക് ടവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർവേഴ്സ് ആണ്. എല്ലാ ഒരുവിധപ്പെട്ട ക്രാഷും ഏറ്റുവാങ്ങുന്ന ഈ ഫ്രണ്ടിലെ ഷോക്ക് അബ്സറാണ്. സോ ഷോക്ക് അബ്സർ അത്യാവശ്യം നല്ല രീതിയിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓയിൽ ഫിൽഡ് ഷോക്സ് ആണ്, നമുക്ക് ഓയിൽ ഫില്ല് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഇപ്പം ഞാൻ ഓയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാറുണ്ട്, ഓയിൽ ഇവിടെ ഒന്നും കാണാനില്ല. ഓക്കെ. സോ ആദ്യത്തെ 1-2 ഓടിക്കലിന് ശേഷം ഓയിൽ ലീക്കായിരുന്നു. സോ അതിനുശേഷം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്തിട്ടാണ് ഓടിച്ചുകൊണ്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ക്രാഷ് വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ലീക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓയിൽ പോയത് അറിഞ്ഞില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മെയിൻ എക്സാമ്പിളാണ് താഴെ കാണുന്ന നമ്മുടെ ഈ മെറ്റലിൽ മൊത്തം അരച്ച് വെച്ചേക്കുന്നത്, കല്ലിൻ്റെ ഒക്കത്തൂടെ മുള്ളിൻ്റെ ഒക്കത്തൂടെ എല്ലാത്തോടെ ഓടിക്കുന്നുണ്ട്. സോ ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇടയ്ക്കൊന്ന് ഡിഫറൻഷ്യലൊന്ന് ഗ്രീസ് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ഷോക്കിലൊക്കെ ഓയിലൊന്ന് ഫില്ല് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് ബോഡി പാർട്സ് അഴിച്ചിട്ട് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു.
സോ ഈ വക RC കാറുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെറ്റൽ പാർട്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ കളഞ്ഞിട്ടും വേണം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാൻ. വെറുതെ എടുത്ത് വെക്കരുത്. അത് മാത്രമേ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. സോ ഇനി ഇൻ കേസ് നിങ്ങളിങ്ങനെ ഒരു ഹോബിയിലോട്ട് വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മോഡൽ റെക്കമെൻഡ് ചെയ്തേനെ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കസ്റ്റംസിൻ്റെ ഇഷ്യൂസ് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇത് ഞാൻ എടുത്തപ്പോഴും എനിക്കും അതേപോലെ തന്നെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനും പറ്റില്ല. കാര്യം ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇത് കണ്ണും കൂട്ടി എടുക്കാൻ പറ്റും. എൻ്റെ കേസിൽ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ആകെപ്പാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിഫറൻഷ്യലിൽ ഗ്രീസ് ഉണ്ടാകുന്ന നോക്കണം. അതുപോലെ തന്നെ ഷോക്കിലൊക്കെ ഓയിൽ ഉണ്ടാകുന്നത് നോക്കിയേക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഒരു ബഗ്ഗിയാണ്, മോൺസ്റ്ററൊക്കെ അല്ല. കൂടുതൽ ചാടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഓൾമോസ്റ്റ് എനിക്കും കിട്ടിയത് അത് തന്നെയായിരുന്നു. ഈ ഫ്രണ്ട് ഷോക്കിൻ്റെ പൊക്കത്തൊക്കെ നല്ലപോലെ ഒരഞ്ഞ് പണ്ടടങ്ങിയിരുന്നേച്ച് അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ 2 ഷോക്കും എപ്പോഴും മിക്കവാറും ലീക്കാണ്. എനിക്ക് തോന്നുന്നത് അകത്ത് എന്തൊക്കെയോ നല്ല സാരമായിട്ട് എന്തൊക്കെയോ പണി കിട്ടിയിട്ടുണ്ട്. സോ അല്ലാതെ വേറെ പ്രശ്നങ്ങളുമില്ല. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീഡിൻ്റെ കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടും. ഈ സൈസിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പീഡ് തരുന്നുണ്ട്. അതുപോലെ തന്നെ 2S കേപ്പബിൾ ആണ്, 3S കേപ്പബിൾ അല്ല. അതുപോലെ തന്നെ 2S നമുക്ക് വരുന്നത് 1500 mAh ബാറ്ററിയാണ്. 2200 mAh 2500 mAh വരെ ബാറ്ററി വരെ നമുക്ക് ഈ ഒരു പാർട്ടിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പക്ഷേ 2S ബാറ്ററീസേ ഓടിക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത്. 3S ഇടാൻ പറ്റില്ല. കാര്യം ഇത് ഒരു ചീപ്പ് അവരുടെ തന്നെ കമ്പനിയുടെ തന്നെ ഒരു ESC കം സ്പീഡ് കൺട്രോളറാണ്. അല്ലെങ്കിൽ റിസീവർ എന്ന് തന്നെ ടോട്ടലി പറയാം. ഒരു ചീപ്പ് റിസീവറാണ്. സോ ഇതിന് 2S എടുക്കാൻ പറ്റുള്ളൂ. 2S കേപ്പബിൾ ആണത്. 3S ഇട്ട് ഓടിക്കുന്നവരൊക്കെ ഉണ്ട്, പുറത്ത് കുറേ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷേ റിസ്ക് എടുക്കരുത്. കാര്യം ഇത് നൈസായിട്ട് കത്തിപ്പോവുള്ളൂ. കത്തിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പാർട്സിന് ഇപ്പോഴും ഒരു ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട് അവൈലബിലിറ്റിക്ക്. ആമസോണിൽ ഇതിൻ്റെ ESC ഉണ്ട്. പക്ഷേ ഏകദേശം എൻ്റെ വെച്ചിട്ടാണെങ്കിൽ 3000-ന് അടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നു റിസീവറിൻ്റെ പ്രൈസ്. അതായത് ഈ ഇരിക്കുന്ന ഈ ചെറിയൊരു സാധനത്തിൻ്റെ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇത് കത്തിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ ഒരു ലെവൽ വരും. സോ നമുക്ക് 2S തന്നെ മതി. അതുപോലെ തന്നെ മോട്ടർ അത്യാവശ്യം നല്ലപോലെ ചൂടാവും. ഇപ്പോൾ ഒരു റണ്ണൊക്കെ കഴിഞ്ഞ് ബാറ്ററി ഏകദേശം തീരാറാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ചെയ്യും. ലോ കറണ്ട് കട്ട് ഓഫ് ഉണ്ട്. കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നിന്ന് പോകും. പിന്നെ രണ്ടാമത് ബാറ്ററി ഊരിയിട്ടിട്ട് കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബാറ്ററി എന്തെങ്കിലും വോൾട്ടേജ് വ്യത്യാസമുണ്ട്, ബാറ്ററി വീക്ക് ആയിട്ടുണ്ട്, അതായത് ബാറ്ററി ചാർജ് തീർന്നിട്ടുണ്ട്. സോ ആ സമയത്ത് നമ്മൾ പിടിക്കാൻ നേരത്ത് ഒരിക്കലും താഴ്ത്ത് പിടിക്കരുത്. അത്രയൊക്കെയാണ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മോട്ടറിൽ കയറി പിടിക്കരുത്, അത്യാവശ്യം നല്ല ചൂടായിരിക്കും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പണികളും അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ കവറപ്പ് ചെയ്തു. അതാണ് നമ്മുടെ 144-001 ഒരു ക്വിക്ക് ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു റിവ്യൂ, ഫൈനൽ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. സോ ഇതൊരു നല്ലൊരു എന്താ പറയുക, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഒരു ബഗ്ഗി ഓപ്ഷനാണ്. 114 സ്കെയിലാണ്. 550 സൈസ് മോട്ടർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. 110 സ്കെയിൽ ബഗ്ഗീസിലൊക്കെ വരുന്ന മോട്ടറാണിത്. സോ ഞാൻ ഇവിടെ ലോക്കലി അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. ബിഗിനേഴ്സിന് മറ്റൊരു ചെറിയൊരു മോഡലാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സിന് മറ്റൊരു മോഡലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അഴിച്ചു പണിയാനും പറ്റും. സോ ഓക്കെ, സോ നമ്മുടെ ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ള സാധനമായിട്ട് വന്നിരിക്കുന്നത്. സോ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വരുന്ന ഗിവ് അവേസ് അല്ലെങ്കിൽ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയുടെ ഇടയിലേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. സോ ഇപ്രാവശ്യം നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ചെറിയൊരു ഗെയിമിംഗ് കൺസോളാണ്. നമ്മുടെ മാരിയോ ഹോണ്ടറയൊക്കെ പോലെയുള്ള 8-bit ഗെയിംസിൻ്റെ ഒരു കൺസോൾ തന്നെ വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ്, ഇതിനൊരു കൺട്രോളറും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ TV-യിലും കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഗിവ് അവേ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിലൂടെ ഉണ്ടാവും. വീഡിയോയിലൂടെ എന്നല്ല, ഈ വീഡിയോയിലാണ് അതിൻ്റെ ഗിവ് അവേയുടെ അനൗൺസ്മെന്റ് ഉള്ളത്. അതായത് ഈ വീഡിയോ ടൈറ്റിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഗെയിമിംഗ് കൺസോൾ ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ വീഡിയോയുടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒരു മെയിൽ ID ഉണ്ടാവും. ആ മെയിൽ IDയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മെയിൽ IDന്ന് നിങ്ങളുടെ Gmail IDയിൽ നിന്ന് തന്നെ മെയിൽ അയക്കാം. ഒരു 15-ാം തീയതിക്കുള്ളിൽ അല്ലേ? ഓക്കെ, 15-ാം തീയതിക്കുള്ളിൽ മെയിൽ കിട്ടണം. 15-ാം തീയതി ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ്, മാർച്ച് 15. സോ
ഗിവ് അവേ ഒക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അത്ര മാത്രം ചെയ്താൽ മതി. സോ താങ്ക് യു, പോയിക്കോ. ഓക്കെ, സോ എന്തായാലും നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ടെസ്റ്റ് റൺ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പോയ സാധനം WPL C24 നമ്മുടെ ഗിവ് അവേയുടെ സാധനം കൊണ്ടു വന്നാൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ തപ്പിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്തായാലും ലിങ്ക് എന്തായാലും ഞാൻ ഐക്കാർഡിൽ ഇടാൻ നോക്കാം. സോ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരത്തേക്കും ബൈ.